കൂറ്റനാട് പ്രസ് ക്ലബ്ബ് നേതൃത്വത്തിൽ മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ എം.ടി. വാസുദേവൻ നായരെയും മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെയും അനുസ്മരിച്ചു. മലയാള സാഹിത്യത്തെ ജ്ഞാനപീഠം ചൂടിച്ച നിളയുടെ എഴുത്തുകാരൻ എം.ടി. വാസുദേവൻ നായരെയും ഇന്ത്യൻ സാമ്പത്തിക പരിഷ്കർത്താവും മുൻ പ്രധാനമന്ത്രിയുമായ ഡോക്ടർ മൻമോഹൻ സിംഗിനെയും അനുസ്മരിച്ചു. കൂറ്റനാട് പ്രസ് ക്ലബ്ബ് നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. കൂറ്റനാട്ടെ സാംസ്കാരിക പ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു. കൂറ്റനാട് പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങ് സാഹിത്യകാരൻ പി. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൂറ്റനാട് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സി. മൂസ പെരിങ്ങോട് അധ്യക്ഷനായി. കവി രാജേഷ് നന്നിയങ്കോട്, സി. എസ്. ഗോപാലൻ, ടി. വി. എം. അലി, സി. എം. വേണുഗോപാൽ കോതച്ചിറ, യു. വിജയകുമാർ, ആർട്ടിസ്റ്റ് രേവതി വേണു, രാജേഷ് കൊട്ടാരത്തിൽ, എ. വി. ശ്രീനിവാസൻ, എസ്. എം. അൻവർ, പ്രദീപ് ചെറുവാശ്ശേരി, ഇസ്മായിൽ പെരുമണ്ണൂർ, മധു കൂറ്റനാട്, ഗീവർ ചാലിശ്ശേരി, രഘു പെരുമണ്ണൂർ തുടങ്ങിയവർ സംസാരിച്ചു. പറഞ്ഞാലും തീരാത്തത്രയും വിശദമായ വർത്തമാനങ്ങൾക്ക് അവസരമുള്ളതാണ്. എം ടി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൃത്താലക്കാരുടെ ഒരു അഹങ്കാരമാണ്. രണ്ടക്ഷരങ്ങൾ എം ടി വി ടി. സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയ്ക്കുള്ള വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ഓർമ്മകൾ, അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഇപ്പോഴും നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളൊന്നും ഞാൻ വായിച്ചിട്ടില്ല, പക്ഷെ കുറേ പുസ്തകങ്ങൾ ഇവിടെ കടന്നു പോയിട്ടുണ്ട്. അത് ഓപ്പോളായാലും നാലുകെട്ടായാലും കാലം, മഞ്ഞ് ഒക്കെ വാരണാസിയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഇത് ഞാൻ തന്നെയാണല്ലോ, അല്ലെങ്കിൽ എൻ്റെ കഥയാണ് എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. അതൊരു തരം പ്രിവിലേജ് ഉള്ള ഒരു മധ്യവർത്തി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ സ്വാഭാവികമായും താനാണ് ഇതിലെ കഥാപാത്രം എന്ന് തോന്നുന്ന തരത്തിൽ അത്തരം ഒരു കഥകളായിരുന്നു അദ്ദേഹത്തിൻ്റെ കുറേ നോവലുകളും. പക്ഷേ അതേസമയം അതിൽ നിന്ന് വ്യത്യസ്തമായ സാമൂഹ്യത്തിൽ നമ്മൾ ഇന്ന് എം ടിയുടെ വിയോഗശേഷം ചർച്ച ചെയ്യപ്പെടുന്ന കൂടുതൽ പുസ്തകങ്ങളും അത് രണ്ടാം മൂഴമാണ്, അതുപോലെ വടക്കൻ വീരഗാഥയാണ്, നിർമാല്യമാണ്. അങ്ങനെ വലിയൊരു ചേഞ്ച്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ പൊതുവായ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി നോക്കിക്കാണുമ്പോൾ അതാണ് പിന്നീട് വീണ്ടും വീണ്ടും നമ്മുടെ ചർച്ചകളിൽ, ഓർമ്മകളിൽ നിലനിൽക്കുക. പുസ്തകങ്ങളെ കുറിച്ച് പറയുമ്പോൾ ലോകവ്യാപകമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. നിങ്ങളൊരു പുസ്തകം വായിച്ചു, പുസ്തകം എഴുതിയ ആളെ കുറിച്ചോ അതിലെ കഥാപാത്രത്തിന്റെ പേര് മറന്നാലും പക്ഷെ നിങ്ങളുടെ മനസ്സിനെങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചിലത് ബാക്കിയാവും. അതാണ് മികച്ച പുസ്തകം. അവരുടെയും വീടുകളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ്. നമ്മുടെ എല്ലാ വീടുകളിലും എം ടി ഇല്ലാത്ത ഒരു പുസ്തക ശേഖരം ഉണ്ടാവില്ല. എല്ലാ വീട്ടിലും എം ടിയുടെ ഒരു പുസ്തകമെങ്കിലും ഉണ്ടായിരിക്കും. ഇനി പുസ്തകം ഇല്ലെങ്കിലും എം ടിയുടെ ഒരു കഥയെങ്കിലും അവര് വായിച്ചിരിക്കും. അപ്പൊ അങ്ങനെ മലയാളികൾ ഒന്നടങ്കം സ്വീകരിച്ച ഒരു എഴുത്തുകാരനായിരുന്നു എം ടി. അത് ഞാനൊരു ഹിന്ദി അധ്യാപകനാവുകൊണ്ട് എനിക്ക് തോന്നിയ ഒരു അത് ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. എൻ്റെ ഒരു അനുഭവം, എൻ്റെ ഒരു വായന വെച്ച് എനിക്ക് തോന്നിയത് ഹിന്ദിയിൽ പ്രേംചന്ദ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ. അതുവരെ രാജാക്കന്മാരുടെയും റാണിമാരുടെയൊക്കെ കഥകൾ പറഞ്ഞിരുന്ന ആ കാലത്ത് നിന്ന് സാധാരണക്കാരിലേക്ക് എഴുത്തിലൂടെ കയറി വന്ന ഇടത്തരക്കാരന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു 40-45 വയസ്സാകുമ്പോഴേക്കും മരണം ഏറ്റുവാങ്ങിയ ഒരു മനുഷ്യനായിരുന്നു പ്രേംചന്ദ്. കേരളത്തിന്റെ പല ഭാഗങ്ങളിലുള്ള സുഹൃത്തുക്കളൊക്കെ ഇപ്പോഴും തൃത്താലക്കാരനാണ് എന്നൊക്കെ പറയുന്നത്. കൂടല്ലൂർ എന്നുള്ള ഒരു സ്ഥല നാമം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. നിങ്ങൾ കൂടല്ലൂർക്കാരനല്ലേ? അത് വല്ലാത്തൊരു അനുഭവമാണ്. എം ടിയെ പറയുന്നു, എം ടിയുടെ കഥകളെ കുറിച്ച് പറയുന്നു, നിളയെ കുറിച്ച് പറയുന്നു. ശരിക്കും നമ്മുടെ ഭാരതപ്പുഴ ഈ നിള എന്നുള്ള പേര് വരുന്നത് തന്നെ എം ടിയിലൂടെയാണ്. നിളയുടെ എഴുത്തുകാരൻ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കി വെക്കുന്നതൊക്കെ വളരെ ഭംഗിയായിട്ട് ഭാഷയിലൂടെയും ഗ്രാമത്തിന്റെ ഈ നമുക്കത് എങ്ങനെയാണെന്ന് ഈ ഹൃദയത്തിൽ നമ്മളിപ്പോ മേതിലും ഈ സി രാധാകൃഷ്ണനൊക്കെ പോലത്തെ എഴുത്തുകാരൊക്കെ മൂന്നിനൊക്കെ എഴുതുന്നത് ഈ അത് വായിക്കുമ്പോൾ നമ്മൾ അതിനൊരു ഭൗതിക തലം കൂടി നമ്മൾ കാണുമ്പോൾ എം ടി എഴുതുന്നത് ഹൃദയത്തിന്റെ ഭാഷയിലാണ്. നമ്മൾ ശരിക്കും കണക്ട് ചെയ്യും.
അതിങ്ങനെ കഥകളൊക്കെ വായിക്കുമ്പോഴൊക്കെ അതിങ്ങനെ നമ്മൾ ഓരോ വാക്കുകൾ വായിച്ച് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് നിശബ്ദരാകും. ശരിക്കും വായന എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ആയിട്ട് പോകുന്ന ഒരു സംഭവത്തെ എങ്ങനെയാണ് ഒരു ഭാഷ കൊണ്ട് നിർത്തി നിശബ്ദരാക്കുന്നത്. പെട്ടെന്ന് നമ്മളങ്ങനെ നിന്ന് പോകും, നമുക്കത് തുടരാൻ പറ്റില്ല. അത് പുസ്തകം അടച്ചു വെച്ചുകൊണ്ട് കുറച്ച് നേരം നമ്മളും നിശബ്ദരായിരിക്കും. അത് എംടിയുടെ ഒരു ഭയങ്കരമായിട്ടുള്ള ടെക്നിക്. അത് എങ്ങനെയാണ് എഴുത്തുകാരനത് സംഭവിക്കുന്നത്, എങ്ങനെ എഴുത്തിൽ അത് വരുന്നു എന്നൊക്കെ, അത് ആ ഒരു ശൈലി പിന്നീട് നമുക്ക് വായനയിലൊക്കെ കിട്ടുന്നതൊക്കെ സുഭാഷ് ചന്ദ്രനൊക്കെ ഉണ്ട്. സുഭാഷ് ചന്ദ്രന്റെ എഴുത്തിലാണ് അവർ പിന്നീട് എംടിയുടെ പോലെ ഒരു പഞ്ചിങ് പോലെ ഒരു ഭാഷ വരുന്നത്. ഓരോ മലയാളിയും ജാതി മത പ്രായ ഭേദമന്യേ തീരാദുഃഖത്തിലാഴ്ത്തിയ ദിവസമാണ് ഇന്നലെ കഴിഞ്ഞത്. എഴുത്തിലൂടെ വിസ്മയം തീർത്ത അദ്ദേഹം തൊട്ടെല്ലാം പൊന്നാക്കി മാറ്റി. പത്രപ്രവർത്തനത്തിലൂടെ, എഴുത്തിലൂടെ, സിനിമയിലൂടെ, തിരക്കഥയിലൂടെ, അങ്ങനെ താൻ കൈവച്ച എല്ലാ മേഖലകളിലും അവിടേക്ക് പൊന്നാക്കി മാറ്റി ഒരു മാതൃകാ സാഹിത്യകാരനായി മാറി. അദ്ദേഹത്തിൻ്റെ വിയോഗം തീർത്തും മലയാളക്കരയ്ക്ക്, ഇന്ത്യക്കും, മലയാള സാഹിത്യത്തിനും അതിലുപരി അദ്ദേഹത്തിന് ജന്മം നൽകിയ കൂടല്ലൂരിനും തീരാദുഃഖമാണ്. സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഒരു കൂടല്ലൂർ വീരഗാഥ എന്ന പേരിലാണ് എക്സ്പ്രസ് സൺഡേ സപ്ലിമെൻറ്റിൽ 2 ലക്കങ്ങളായി പബ്ലിഷ് ചെയ്യുന്നത്. അതിൻ്റെ കോപ്പി ഇപ്പോൾ ഞാൻ അടുത്ത റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ. അങ്ങനെ എംടിനെ മാത്രമല്ല, എംടിയുടെ അച്ഛൻ, എംടിയുടെ അമ്മ, അങ്ങനെ എംടിയുടെ വംശാവലി മൊത്തം ആ ജീവചരിത്രത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും എംടിയുടെ സാഹിത്യകൃതികളിലൂടെയാണ് കടന്നു പോന്നിട്ടുള്ളതെങ്കിൽ അദ്ദേഹത്തിൻ്റെ വംശാവലിയിലൂടെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെയാണ് ഞാൻ കടന്നു പോകാൻ ആഗ്രഹിച്ചത്. അതെനിക്ക് നിറവേറ്റാൻ കഴിഞ്ഞത് ബാലേട്ടനായിട്ടുള്ള സൗഹൃദം. ബാലേട്ടൻ നല്ലൊരു ക്യാമറാമാനായിരുന്നു. ഭാരതപ്പുഴയെ കുറിച്ചിട്ട് ആനമല മുതൽ പൊന്നാനി വരെ നടന്ന് ഫോട്ടോ എടുത്തുള്ള വ്യക്തിയാണ് ബാലേട്ടൻ, എംടിയുടെ ജ്യേഷ്ഠൻ. അതുപോലെ MTN നായർ എന്ന MT നാരായണേട്ടൻ, അദ്ദേഹം ഒരു കഥാകൃത്താണ്. ഗോവിന്ദ മാഷ് എന്ന് പറഞ്ഞ ഏറ്റവും മികച്ച അധ്യാപകനുള്ള ദേശീയ അവാർഡ് കിട്ടിയ ആണ് മൂത്ത ജ്യേഷ്ഠൻ MTയുടെ. പിന്നെ മരണപ്പെട്ട ഫോട്ടോഗ്രാഫർ മധു ബാലേട്ടൻ്റെ മകനാണ്. ആ മധു ആണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുണ്ടായിരുന്നത്. ആ മധുവിൻ്റെ കൂടെയാണ് ബാലേട്ടൻ്റെ വീട്ടിലേക്ക് പോകുക. അങ്ങനെ ബാലേട്ടൻ്റെ വീട്, അതേപോലെ മാടത്തേക്കപ്പാട് തറവാട് എല്ലാം നിത്യേന സന്ദർശിക്കാനുള്ള ഒരു അവസരം ഒരു ദശകത്തോളം കാലം അവസരം ലഭിച്ചതുകൊണ്ടാണ് ഒരു കൂടല്ലൂർ വീരഗാഥ എന്ന കൃതി രചിക്കാൻ എനിക്ക് അവസരം കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പ്രധാനമന്ത്രിയുമായിരുന്നു മൻമോഹൻ സിംഗ് സാർ. MTയുടെ എഴുത്തുകളിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ദിവസങ്ങളോളം പറഞ്ഞാൽ നമുക്ക് തീരാത്ത അത്ര കഥകളാണ് നമ്മുടെ മനസ്സിലെ MTനെ പറ്റിയിട്ട്. അദ്ദേഹത്തിൻ്റെ നാലുകെട്ട്, അതുപോലെ തന്നെ കാലം എന്നുള്ള കഥാപാത്രത്തിൽ സേതുവാണ് അതിലെ നായകൻ. ശരിക്കും ആ സേതുവിനെ നമ്മൾ നോക്കിക്കാണുമ്പോൾ അത് MTയുടെ തന്നെ ഒരു ബയോഗ്രഫി പോലെയാണ് നമുക്കത് ഫീൽ ചെയ്യുക. MTയുടെ മാത്രമല്ല, അത് വായിക്കുന്ന ഓരോരുത്തരുടെയും ബയോഗ്രഫി ആയിട്ട് അതിനെ മാറ്റാനൊരു പ്രത്യേക കഴിവ് കാലം എന്നുള്ള ഒരു നോവലിനുണ്ട്. എത്ര തവണ വായിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല. അത്രയും മനസ്സിലേറെ പ്രിയപ്പെട്ട സേതു. അതിൽ സേതു ഒരു വാക്ക് പറയുന്നുണ്ട്, സുമിത്ര എന്നുള്ള കാമുകിയോട്. കുട്ടിക്കാലത്തെ ഒരു പ്രണയമാണ് സുമിത്ര. അപ്പോൾ പിന്നീട് എല്ലാവർക്കും അറിയുന്നതാണ്, ഞാൻ അതിലൊരു വാക്ക് മാത്രം പറയാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം എന്നെ മനസ്സിലേറെ സ്വാധീനിച്ച ഒരു കഥയും ഒരു കഥാപാത്രമാണ് സേതു. അദ്ദേഹം വളർച്ചയുടെ പല കടന്ന് തിരിച്ചു വന്ന് ഈ സുമിത്രേനെ കാണുന്നുണ്ട്. അപ്പോൾ സുമിത്ര നാട്ടിൻപുറത്തെ ഒരു നായർ തറവാട്ടിലെ ഒരു കുട്ടി, അതാകെ ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തകർന്ന് നാട്ടിൽ നിൽക്കുമ്പോൾ സേതു ഈ കുട്ടീനെ കാണുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, സുമിത്ര, ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു. അപ്പോൾ സുമിത്രയുടെ മറുപടി ഉണ്ട്, സ്നേഹം. സേതു എന്നും ഒരാളെ മാത്രമേ സ്നേഹിച്ചിരുന്നുള്ളൂ, അത് സേതുവിനെ മാത്രമാണ്. ആ ഒരു വാചകത്തിനും വലിയ അർത്ഥതലങ്ങളുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ കഥകൾ, ഇപ്പോൾ നിർമ്മാല്യം പോലത്തെ ഒരു സിനിമ. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ആദ്യം നോവലൊക്കെ വായന തുടങ്ങിയത് ഈ മുട്ടത്ത് പറക്കി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൽ നിന്നാണ്. ഈ പ്രേമുള്ള ബുക്കുകളായിരുന്നു അന്ന് വായിച്ചിരുന്നത്.
അങ്ങനെ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ MTയുടെ പിന്നെ കുറേ ബുക്കുകളൊക്കെ വായന തുടങ്ങി. പിന്നെ അദ്ദേഹത്തിൻ്റെ കുറേ സിനിമകൾ കണ്ടു. അതിലും കുറേ ഈ പ്രേമരംഗങ്ങൾ കാണാൻ വേണ്ടി ഞാൻ പോയിരുന്നു. എൻ്റെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനെന്തായാലും ഈ അദ്ദേഹത്തിൻ്റെ നിർമ്മാല്യം എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോൾ ഈ ലാസ്റ്റിൽ ആ വെളിച്ചപ്പാട് അദ്ദേഹത്തിൻ്റെ ആ മറ്റേ പ്രതിമയുടെ മുകളിൽ തുപ്പളം കണ്ടപ്പോൾ എനിക്കൊരു അദ്ദേഹത്തിനോട് അന്നൊരു ദേഷ്യം തോന്നി. പിന്നെ കുറേ കാലത്തിന് ശേഷം പിന്നെ ഈ ഓഷോ അങ്ങനെയുള്ള ആൾക്കാരുടെ ബുക്കുകളൊക്കെ വായിച്ചപ്പോഴാണ് എനിക്കൊരു കുറേ മാറ്റങ്ങൾ വന്നത്. കാരണം അതിൽ അപ്പം എനിക്കൊരു 50-55 വയസ്സിൽ തോന്നിയ ഒരു കാര്യങ്ങൾ ഈ MT എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത്രയും ചെറുപ്പത്തിൽ തന്നെ അത് മനസ്സിലാക്കിയിരുന്നു. അതുപോലെ തന്നെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ഒരുപാട് അന്ന് ആ ഒരു ധൈര്യം കാണിച്ചു പറഞ്ഞാൽ അതൊരു വലിയൊരു ഇതായിരുന്നു. മായ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അവിടുന്ന് അങ്ങ് തുടങ്ങി MT കുടുംബത്തിലെ എല്ലാ ആൾക്കാരുമായിട്ട് പേരിട്ട് പരിചയമുള്ള ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ മരുമക്കളായാലും നേരത്തെ പറഞ്ഞ MT അച്യുതൻ കൂടല്ലൂരായാലും എല്ലാവരുമായിട്ടും വളരെയധികം അടുത്ത് പരിചയമുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന് MTക്ക് വയലാർ അവാർഡ് ലഭിച്ചിട്ട് കൂടല്ലൂരിൽ വലിയൊരു സ്വീകരണം നൽകേണ്ടത്. അന്ന് മലമുക്കാവിലെ പ്രതിഭായുദ്ധ ക്ലബിൽ ചന്ദ്രൂരിലെ അവരുടെ ഒരു ഹാരാർപ്പണം ഞാനാണ് അദ്ദേഹത്തിന് നടത്തിയത്. അതും എനിക്കിപ്പോഴും വളരെയധികം ഓർമ്മയിലുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കല്യാണങ്ങൾക്ക് ഒക്കെ പങ്കെടുക്കുമ്പോൾ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ അവസരം ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതലായി അദ്ദേഹത്തിൻ്റെ ബന്ധനം, നീലത്താമര, ആ 2 സിനിമകളും മലമക്കാവിൽ വെച്ചിട്ടായിരുന്നു ഷൂട്ടിംഗ് നടന്നത്. ആ സമയത്ത് പലപ്പോഴും അദ്ദേഹത്തെ കാണാനും നേരത്തെ പറഞ്ഞ പോലെ സംസാരിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും അടുത്ത് ഇടപഴകാൻ കഴിഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് തന്നെ അറിയുന്നതാണ് ശ്രീ TVM വലിയൊക്കെ. MTയുടെ സ്വാധീനം ഞങ്ങളുടെ വായനശാലയ്ക്ക്, ഞങ്ങളുടെ ഗ്രാമത്തിനും ഉണ്ടാക്കിയത് എന്താണ് എന്നൊന്ന് പറയാം. ഞങ്ങളുടെ ആദ്യകാലത്തൊക്കെ ഞങ്ങളുടെ ആ ഒരു ടീം നമുക്ക് തന്നെ അറിയാം, സാഹിത്യ കൃതികൾ വായിച്ചു. അതിനുശേഷം അല്ലേ അതിൻ്റെ ഉയർന്ന തലത്തിലേക്ക് കടന്നപ്പോൾ കോട്ടയം പുഷ്പനാഥിലേക്ക് കടന്നു. അവിടുന്ന് അത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെയാണ് MTയിലേക്കൊക്കെ കടക്കുന്ന സമയത്ത് ഞങ്ങൾ എന്നും ഇത്തരം പുസ്തകങ്ങൾ വായിക്കും, സജീവമായി ചർച്ച ചെയ്യുകയും ചെയ്യും. അതായിരുന്നു അതിൻ്റെ രസം. പലപ്പോഴും ഓരോ ദിവസം വ്യത്യസ്ത ഒരു പാറപ്പുറം എന്നാണ് അതിനെ പറയുക. അതിൽ ഓരോ ദിവസം ഓരോന്ന് ചർച്ച ചെയ്യുമെങ്കിലും പലപ്പോഴും MTയുടെ ഇത്തരം കഥകളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യും. വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടോ? കാരണം എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, നല്ലൊരു വായനക്കാരായിരുന്നു, ശ്രീ KV വേണുഗോപാൽ. അദ്ദേഹം ഒരിക്കലും പറയലുണ്ടായിരുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ PSC ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹം, ചാത്തനാഥ് തന്നെയാണ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്, MTയെ കുറിച്ച് എന്താ നിങ്ങൾ MTയുടെ നാട്ടിൽ നല്ലതെന്ന് വന്നപ്പോൾ അന്ന് KV പറയുന്നുണ്ടായി MT ആകും എന്ന് എഴുതിയിട്ട് പോകുന്നു. അപ്പോൾ അദ്ദേഹം തിരിച്ച് ചോദിക്കേണ്ട ഒന്ന്, അതായത് KV വേണു ഉദ്ദേശിച്ച ഒരു ഫ്രെയിം എന്നാണ്. അപ്പോൾ അദ്ദേഹം തിരിച്ചൊരു ചോദ്യം ഉണ്ടായിട്ടുണ്ട്, കാലത്തിലെ സേതുമൊക്കെ വ്യത്യാസമല്ലേ. അപ്പം ഇങ്ങനെ വ്യത്യസ്തമായിട്ട് പുസ്തകങ്ങളെക്കുറിച്ച് ധാരാളമായി ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അത്തരം ചർച്ചകളാണ് പിന്നീട് ആ നാട്ടുകാരനെ വായനാ തലത്തിലേക്ക് എത്തിയത്. അങ്ങനെ ഒരു ഡീപ്പായിട്ട് ഓരോരുത്തരിലേക്കും ഇറങ്ങിച്ചെല്ലാവുന്ന പുസ്തകങ്ങൾ ഇപ്പോൾ ഉണ്ടോ എന്നുള്ളതാണ് എനിക്ക് സംശയം. അന്ന് നമുക്കത് വായിക്കുമ്പോൾ MTയുടെ പുസ്തകങ്ങൾ തന്നെ വളരെ റയറായിട്ട് വായിച്ചിട്ടുള്ളൂ. പക്ഷെ എങ്കിലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തറവാട്ടിൽ 2 കല്യാണങ്ങൾക്ക് പങ്കെടുക്കാൻ ഫോട്ടോഗ്രാഫറായിട്ട് 2 പ്രാവശ്യം ഞാൻ അവിടെ പോകണ്ടായി, തറവാട്ടിൽ പോകേണ്ടായി. 2 പ്രാവശ്യം അദ്ദേഹത്തെ കാണുണ്ടായി. അപ്പോൾ പരിചയപ്പെട്ടിട്ടുമുണ്ട്, സംസാരിച്ചിട്ടുമുണ്ട്. പക്ഷെ ഒക്കെ ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും ഉള്ള സംസാരം മാത്രമേ ഉള്ളൂ. നമുക്ക് തന്നെ തോന്നും എന്താ അങ്ങനെ സംസാരിക്കാൻ തോന്നും. പക്ഷെ അതിന് ശേഷം നമ്മുടെ കുട്ടനായർ മാഷ അവിടെ ഒരു മന പൊളിച്ചിട്ട് ഇങ്ങനെ പുള്ളി നിൽക്കുന്നൊരു സമയം ഉണ്ടായിരുന്നു. കുട്ടനായർ മാഷ അവിടെ മേലത്തൂർ. അപ്പോൾ ആ സമയത്ത് കുട്ടനായർ മാഷായിട്ട് ഭയങ്കര അടുപ്പുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ മൂപ്പരുടെ അവിടെ അതിൻ്റെ ഉദ്ഘാടനം മുത്തലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്ക് വരും. അപ്പോൾ ഞാനാണ് ഫോട്ടോഗ്രാഫറായിട്ട് പോവുക. അപ്പോൾ അവിടെ വെച്ച് കണ്ടപ്പോൾ പുറത്തൊന്ന് തട്ടിയെന്ന് മാത്രം, തട്ടിയിട്ട് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ബന്ധങ്ങൾ ഭയങ്കര ഡീപ്പാണ്. പക്ഷെ അത് മറക്കാതെ തന്നെ അന്ന് കല്യാണത്തിന് കണ്ട അതേ ആളെന്നെ എന്ന് മനസ്സിലാക്കി പുറത്ത് തട്ടി സംസാരം ഇല്ലാണ്ടായിരുന്നു, പുറത്ത് തട്ടി ചിരിച്ചു. അങ്ങനെ ഉള്ള ഒരു ബന്ധമാണ് എനിക്കുള്ളത്. എന്തായാലും തുടക്കം മുതൽ തന്നെ എൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ മുതൽ ഞങ്ങൾക്ക് വഴികാട്ടിയും മാർഗദർശിയും എല്ലാമായിട്ട് പ്രിയങ്കരനായിട്ടുള്ള അതുപോലെ തന്നെ ഇവിടെ ഈ വേദിയെ സമ്പുഷ്ടമാക്കിയ ഈ തൃത്താല മേഖലയിലെ പ്രൈവറ്റ് മന്ത്രിവർഗ ജന്മം കൊണ്ട് ധന്യമായിട്ടുള്ള ഈ തൃത്താല എന്നുള്ള ആ നിലയുടെ തീരത്ത് ഉള്ള ഈ പൂരിക കൊണ്ട് വിസ്മയം തീർക്കുന്ന നമ്മുടെ ഈ പ്രദേശത്തെ
പ്രിയപ്പെട്ട രീതിയിലിരിക്കുന്ന വ്യക്തികൾ, അതേപോലെ തന്നെയാണ് നമ്മുടെ സദസ്സിലിരിക്കുന്നവരും ഒട്ടും മോശമുള്ളവരല്ല. എല്ലാവരും ഈ സാഹിത്യവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റുള്ള സിനിമകളുമായി ബന്ധപ്പെട്ടുള്ളവരാണ്. അപ്പോൾ എല്ലാവരും നന്ദി രേഖപ്പെടുത്തുകയാണ് താല്പര്യം. എന്തായാലും നമ്മളിവിടെ ഇന്നിപ്പോൾ ഒത്തുചേർന്നത് നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള തൂലിക കൊണ്ട് 3 പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ്, ഏഷ്യൻ പെയിന്റ്സ്, ജോർഡൻ, നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം.